അങ്ങനെ നമ്മുടെ നിധി നികേഷിനെ കാണാൻ എത്തുന്നുണ്ട്. എന്നിട്ട് നികേഷിനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്താടാ അങ്ങനെ പനിക്കണ്, നീ എന്താ ചെറിയ കുട്ടിയാണെങ്കിൽ എപ്പോഴും പനി വരാമെന്നൊക്കെ പറയുന്നുണ്ട്, ഗുളികയൊക്കെ കഴിക്കണില്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ചായ എടുക്കട്ടെ മോളെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ ഏട്ടാ എടുത്തോളൂ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടൻ ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എത്ര ദിവസമായി സുഭാഷ് ഏട്ടാ ഈ ചായ കുടിച്ചിട്ട്, എന്ത് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എന്ത് ടേസ്റ്റാണ് മുട്ട ദോശ സുഭാഷ് ഏട്ടാ, ഒരുപാട് ടേസ്റ്റ് ഉണ്ട്, ഞാൻ ഈ ഭക്ഷണമൊക്കെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും കൊടുക്കുന്നുണ്ട്, മതി ഏട്ടാ എൻ്റെ വയറ് ഫുള്ളായി എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, കണ്ടടാ ഇപ്പം അവൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഏടത്തി വന്നപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നികേഷിൻ്റെ പകുതി അസുഖം മാറി. നികേഷിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, ഞാൻ കൊണ്ടാക്കാം മോളെ എന്ന് പറയുമ്പോൾ സുധീഷ് വേഗം ചെന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ കൊണ്ടാക്കാനും നിൽക്കണ്ട, ഞാൻ കൊണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ എൻ്റെ കൂട്ടം അടുപ്പത്താണ്, സുധീഷ് കൊണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. വേണ്ട ഏട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ബാക്കിൽ പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിൽ പോകുന്ന സമയത്ത് നാട്ടുകാർ മുഴുവനെ കളിയാക്കുന്നുണ്ട്. ഓ ഇപ്പം വന്നോ മരോൾ ഇവിടുത്തെ വന്നോ, എന്താടാ നിൻ്റെ ഭാര്യ തെറ്റിപ്പോയത്, തിരിച്ച് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെയും നിധിനെയും ഒരുപാട് കളിയാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്ക് ആകെ വിഷമമുണ്ട്. നിധി ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായില്ലേ എന്ന് പറയുന്നത്. ആ സമയത്ത് ഓ ഇല്ലെങ്കിൽ ഇപ്പോൾ ആ കുടുംബത്തിന് വലിയ നന്മ പേരല്ലേ, അത് പോട്ടെ വിട്ടുകളെ, പക്ഷേ എനിക്ക് വേണ്ടിയല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിധിക്ക് തിരിച്ച് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. നിധിയാണെങ്കിലും ഒന്നും ഉണ്ടാകുന്ന നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പോയാലെങ്കിലും നിനക്ക് തിരിച്ച് വരാൻ വയ്ക്കുമെങ്കിൽ ഞാൻ പോയിക്കോളാം, എന്നാലെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു വായോ, നിനക്ക് വേണ്ടിയിട്ട് ഒരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, ആര്, ആ ബാത്റൂം ആരും ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്, നിധി വന്നിട്ട് വേണം അത് ഉദ്ഘാടനം ചെയ്യാച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിധി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ ചെറിയ കാണുമ്പോൾ നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട്, ആ ഉള്ള ദേഷ്യം കുറേശ്ശെ കുറയുന്നുണ്ട്. എന്തായാലും നിധി ഒന്നും മിണ്ടാതെ വീണ്ടും ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. ആ സമയത്ത് പിന്നെയും നമ്മുടെ സുധീഷ് അവൾ പണി മാറ്റി വരുന്ന സമയത്ത് വീണ്ടും ബാക്കിൽ പോയിട്ട് പറയുന്നുണ്ട്, നീ വരുമോ വീട്ടിലേക്ക്, ഞാൻ എന്തായാലും ആ വീട് വിട്ട് പോയിക്കോളാം പറഞ്ഞു. ആ എന്നാൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരേണ്ട കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും പോകുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ നിധി വീട്ടിലേക്ക് വരാൻ വേണ്ടി മടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടോ, അപ്പോൾ മടങ്ങാൻ തന്നെ തീരുമാനിച്ചു ഇല്ലേ, ഇപ്പം നിങ്ങളുടെ ദേഷ്യമൊക്കെ മാറിയോ, നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ല, പക്ഷേ ആ കുടുംബത്തിനോട് എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ്, അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ നികേഷും കൂടി നമ്മുടെ നിധിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ നികേഷ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പറയേണ്ട, ഏട്ടാ ആരതി എടുക്കണ്ടേ, ഏട്ടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നതെന്ന് പറയുമ്പോൾ, ആരുടെ അവിടെ പെണ്ണുങ്ങളില്ലല്ലോ, അവളിപ്പോൾ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധിനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നിധി ഉള്ളിലേക്ക് പോയിട്ട് നോക്കണ സമയത്ത് അവിടെ സുധീഷിനെ കാണാണ്ടാവില്ല. സുധീഷ് സുഖമായിട്ട് നിധിയുടെ റൂമിൽ കിടക്കുകയായിരിക്കും. എന്തായാലും ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.